കൊല്ലാൻ തോന്നി? കൊല്ലാൻ ഒരുങ്ങിയത് സേട്ടുവാ. എനിക്ക് രക്ഷപ്പെടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇനിയും ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക്. എനിക്ക് വേണ്ടി കേസ് പറയാനോ ജാമ്യത്തിലെടുക്കാനോ ആരുമില്ല. ഞാനൊരു സഹായം ആവശ്യപ്പെട്ട നിങ്ങൾ ചെയ്യുമോ? എന്നെ കൂടെ കഴിയുന്നതാണെങ്കിൽ. ഒരാഗ്രഹം ഇനി നടന്നില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാ. എനിക്ക് എന്റെ അമ്മച്ചി ഒന്ന് കാണണം. ഒന്ന് കണ്ടാൽ മാത്രം മതി. അതിന് പീറ്ററിന്റെ വീട് നമ്മൾ പോന്ന വഴിക്കാ. ഒന്ന് ഇറങ്ങിക്കണ്ട അപ്പൊ തന്നെ തിരികെയും ചെയ്യാം. അതേ നാൾ ഇനി അവർ ജീവിച്ചിരിക്കില്ല. ശവമടക്കിന് എനിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതി പറഞ്ഞതാ. ബുദ്ധിമുട്ടാവുമെങ്കിൽ. അല്ല, ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്തുമ്പോ പറഞ്ഞോളൂ. എവിടെ? ഇതില്. ശ്രീനി സാർ, ഇതാ വീട്. വരൂ. ചെല്ലേ, കണ്ടിട്ട് പെട്ടെന്ന് വരണം. എന്താ വീട്ടറെ? ഞാൻ ഇതും വെച്ചോണ്ട് അമ്മച്ചിയുടെ മുമ്പിലോട്ട് എന്നാൽ അത് മതി. അവർ ചങ്ക് പൊട്ടിച്ചാവുന്നത് ഞാൻ കാണേണ്ടി വരും. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അഴിച്ചു തന്നാൽ. അയ്യോ, അത് പാടില്ല, നിയമം എഴുതുക. എന്നെ വിശ്വസിക്കാം. ഒന്ന് കണ്ടേച്ച് ഞാനിങ്ങ് ഓടി വരാം. എന്താ പീറ്റർ ഇത്? ശരി, അഴിച്ചു തരാം. പക്ഷെ ഞാനും കൂടെ വരും. ഈ വേഷത്തിൽ നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഞാൻ എന്ത് പറയാം അമ്മച്ചിയോട്? അങ്ങനെ പാടില്ലെന്നാ. എങ്കിലും ഞാൻ ചെയ്യാം. പെട്ടെന്ന് തിരിച്ചു തന്നെ. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ചെല്ല്, വേഗം എത്തിയാൽ മതി. കണ്ടില്ലേ? ഇനി വാ പോവാം. കണ്ടു. അടുപ്പത്ത് അരി തിളക്കിയ അത് വെന്ത് കഴിഞ്ഞാ ഒരു കോപ്പ കഞ്ഞി എന്റെ കൈ കൊണ്ട് അമ്മച്ചിക്ക് കൊടുക്കണമെന്നുണ്ട്. നിങ്ങൾ അനുവദിച്ചാൽ. ഇനി ഒരിക്കലും എനിക്കതിന് കഴിയില്ലല്ലോ. സമയം പോകുന്നു, അതറിയാലോ. ചില വേഗാവട്ടെ. എന്താ സാറേ? ഏയ്, പീറ്ററിന്റെ കൂടെ വന്നാ? പീറ്ററോ? ആ, ഇവിടെ താമസിക്കുന്നില്ല അമ്മച്ചി, അവരുടെ മോൻ. അയ്യോ സാറേ, ഇവിടെ ആരും താമസമില്ല. ഇത് വറീച്ച മുതലുള്ള ചാരായ കൂടണ. താൻ എന്തായി പറയുന്നത്? അതെ സാർ. പീറ്റർ, പീറ്റർ! സാർ. ശ്രീനിയോ? എന്താണോ? ഒരു മിനിറ്റ് ഒന്ന് വരൂ. എന്താണോ? എന്ത് പറ്റി? എല്ലാം പറയാം സാർ. മോളെ ചന്ദ്രികേ, എന്താ അമ്മേ? ഇത്തിരി വെള്ളം എന്താ? ഇപ്പൊ കൊണ്ടുവരാം. എന്റെ ഈശ്വര, എന്താ അബദ്ധാ താനീ കാണിച്ചത്? ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് തനിക്ക് വല്ല പിടിയുണ്ടോ? സാർ, ഞാൻ എടോ, അയാളുടെ വീട് താമരപ്പള്ളിയിലാണെന്നല്ലേ മൊഴി വന്നിരിക്കുന്നത്. പിന്നെന്തിനാ താൻ അയാളും കൊണ്ടാ കാട്ടുമുക്ക് അറിയത്? അയാളുടെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നും ഓർത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? എനിക്കൊന്നും അറിയില്ല. ഇന്നേ വരെയുള്ള സർവീസിൽ മേലുദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തലകൊള്ളിക്കേണ്ട സന്ദർഭം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അറിയുമോ എനിക്ക്? സാർ, ഞാൻ പീറ്ററിന്റെ സ്ഥലം വരെ ഒന്ന് പോവാം. അവൻ നേരെ നാട്ടിൽ ചെല്ലാനാണ് സാധ്യത. എങ്ങനെ അവനെ കൊണ്ട് എത്ര വേഗം ഞാൻ തിരിച്ചെത്താം? എന്താ ശ്രീനിവാസ താനീ പറയുന്നത്? താൻ അവിടെ ചെല്ലുന്നവരെ അവനവിടെ കാത്തു നിൽക്കൂ. ഇനി ആ കരിമ്പാറോട് എന്ത് പറയുന്ന ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഒരു പിടി. സാർ തൽക്കാലം എന്തെങ്കിലും പറഞ്ഞു നിൽക്കണം. എനിക്ക് ഉറപ്പ് അവനെ കണ്ടുപിടിക്കാന്ന്. നീ പോയാ അതേ ഒരു മാർഗമുള്ളൂ. താമരപ്പള്ളിയിൽ അവൻ എത്തുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം.
ഇവിടെ ജംഗ്ഷൻ പലരോടും ചോദിച്ചു. അങ്ങനെ ഒരാളെ കുറിച്ച് ആർക്കും അറിയില്ല. അപ്പളാ തോന്നിയത് അച്ഛനെ കണ്ട പീറ്റർ. എന്തോ എങ്ങനെയെല്ലാം ഓർത്തു നോക്കിയിട്ടും അങ്ങനെ ഒരാൾ എന്റെ അറിവിലില്ല. ആ പേരിലൊരു വീടും ഇവിടില്ല. എന്റെ അറിവിലില്ലെന്ന് പറയുമ്പോ അറിയാലോ, താമരപ്പള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമല്ലേ. ഇവിടെ പള്ളി വരുന്ന ചെറുപ്പക്കാരെയും വരാത്ത ബിരുദന്മാരെയും എല്ലാം എനിക്ക് ഒരുപോലെ പരിചയമുണ്ട്. അതാ ഇത്ര ധൈര്യത്തിൽ ഞാൻ പറയുന്നത്. ശരിയച്ചോ, എന്നാ ഞാൻ ഒരു കുറ്റവാളിയാണെന്ന് പറഞ്ഞു. എന്താണ് അയാൾ ചെയ്ത തെറ്റ്? അത് അയാൾക്കൊരു കയ്യബദ്ധം പറ്റി. ഒരാളെ കൊല്ലേണ്ടി വന്നു. കർത്താവേ, നിങ്ങൾക്ക് എത്രയും വേഗം അയാളെ പിടിക്കാൻ കഴിയട്ടെ. അത്രയും എനിക്ക് പറയാനുള്ളൂ. താൻ എന്തായി പറയുന്നത്? ചാടിപ്പോയൊരു കൊലപാതക കേസിലെ പ്രതിയാ. തൊപ്പി തെറിക്കുന്നതിലെ സംഭവങ്ങൾ മാറും. ചിലപ്പോ കിടപ്പ് കുറച്ചാൽ അകത്തുമാകും. വാതുറന്ന് എന്തെങ്കിലും ഒന്ന് പറയടോ. ആ ശ്രീനിവാസൻ തിരിച്ചു വന്നപ്പോ താൻ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത്? അത് പീറ്ററിന്റെ നാട്ടിലേക്ക് പോയാൽ അവനെ പിടിക്കാൻ കഴിയും. പിടിച്ചോണ്ട് വരും, നോക്കിയിരുന്നോ. രാവിലെ തമ്മിലൊരു ഒത്തുകളിയാ. ശ്രീനിവാസൻ പീറ്ററിനെ രക്ഷപ്പെടാൻ സഹായിച്ചതാ. എന്താ ഈ പറയുന്നത് സാർ? അങ്ങനെയാണെങ്കിൽ ശ്രീനി എന്തിനാ തിരിച്ചു വന്നത്? തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നോ? ഇല്ലല്ലോ. തന്റെ വീട്ടിലേക്ക് വന്നെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും. ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ശ്രീനിവാസന്റെ സഹായത്തോടെ പീറ്റർ രക്ഷപ്പെട്ടതാ. എങ്ങനെ നോക്കിയാലും അങ്ങനെ ആകാനാണ് സാധ്യത. ഒരു കാര്യം ചെയ്യ്, ശ്രീനിവാസന്റെ വീട് ഉടനെ സെർച്ച് ചെയ്യാൻ കല്ലൂപ്പാറ സ്റ്റേഷനിലേക്ക് മെസ്സേജ് അയക്കണം. പിന്നെ ആ താമരപ്പള്ളി ഒന്ന് അരിച്ചു പറിക്കരുത്. ശരി സാർ. പോലീസ് ഒരു വട്ടം മുൻ തിരക്കി പോയതേ ഉള്ളൂ. നിന്റെ പേരിൽ അവർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുക. എന്റെ മോനെ, നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നും മനഃപൂർവ്വമല്ലമ്മേ, ഞാൻ അയാളുടെ വാക്ക് വിശ്വസിച്ചു പോയി. നിന്റെ കൊള്ളരുതായ്മ എല്ലാത്തിനും കാരണം. എടാ, ചെയ്യുന്ന ജോലി കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം, ബാക്കിയുള്ളവരുടെ കൂടെ മനസമാധാനം കിട്ടാനായിട്ട്. പോലീസാണെന്നാ തോന്നുന്നത്. കീഴടങ്ങുന്നത് നല്ലത്. എത്ര നാൾ അവരുടെ കണ്ണു വെട്ടിച്ചടക്കുക. പീറ്ററിനെ കിട്ടാതെ ഞാൻ പിടികൊടുത്ത വേണ്ട, ഒന്നും പറയണ്ട. ശിവൻകുട്ടി ചേട്ടാ. എന്താ ശിവൻപിള്ളേ, ശ്രീനിവാസന്റെ വിവരം എന്തെങ്കിലും? ഇല്ല, അവനോട് വന്നിട്ടില്ല. നിങ്ങളെപ്പോലെ ഒരാളുടെ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ശിവൻപിള്ളയ്ക്ക് അറിയാലോ കാര്യത്തിന്റെ ഗൗരവം. എന്തെങ്കിലും വിവരം അയാളെ കുറിച്ച് കിട്ടുകയാണെങ്കിൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം. എന്താ? നീ എന്താ ഈ പറയുന്നത്? നമ്മൾ എവിടെ ചെന്ന് അവനെ കണ്ടുപിടിക്കുക? ഈ പീറ്റർ എന്നുള്ള പേര് പോലും കള്ളമായിരിക്കും. ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കില്ലടാ. ആ, നിന്റെ ഈ സ്വഭാവമാണ് കുഴപ്പം. അവൻ അത്ര വലിയ പുണ്യമുള്ളായിരുന്നെങ്കിൽ പിന്നെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടുമായിരുന്നോ? അത് പോട്ടെ, ഇനിയിപ്പോ എന്താ ചെയ്യാ അത് പറ. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതെ, അവനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും നിനക്ക് പരിചയമുണ്ടോ? ആ, അവന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ആരെ? ഒരു അസീസ്. അവന്റെ വീട് പൂക്കോട്ടാ. പൂക്കോട്ടോ? ആ, എനിക്ക് ചെറിയൊരു പരിചയമുള്ള സ്ഥലമാണ്. അതിന് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി നമുക്കുടനെ അങ്ങോട്ട് വിടാം. അല്ല, അതിനു മുമ്പ് എനിക്ക് അമ്മയൊന്ന് കാണണം. അമ്മേ, മോനെ, അമ്മേ, ഞാൻ പോവാ. അമ്മ മനസ്സ് വിഷമിപ്പിക്കരുത്. എല്ലാം ശരിയാവും. എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ച് ഞാൻ സ്റ്റേഷനിൽ ഹാജരാക്കും. സൂക്ഷിക്കണേ മോനെ. എന്റെ ഭഗവതി.